ഇന്ത്യൻ വംശജർ ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. ലോക ഫുട്ബോളിൽ ഇന്ന് ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഫുട്ബോൾ ലോകത്ത് ഒന്നുമല്ലാതിരുന്ന മൊറോക്കോ, കേപ്പ് വെർഡെ, സെനഗൽ, അൾജീരിയ പോലുള്ള രാജ്യങ്ങൾ ഇന്ന് ലോകകപ്പിൽ 9 ടീമുകൾക്കെതിരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. അവരുടെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? പ്രവാസി വംശജരായ താരങ്ങളെ കണ്ടെത്തി ദേശീയ ടീമിലേക്ക് കൊണ്ടുവന്നതാണ്. മൊറോക്കോയുടെ പ്രധാന താരങ്ങളിൽ പലരും ഫ്രാൻസ്, നെതർലാൻഡ്സ്, ബെൽജിയം, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അക്കാഡമികളിൽ കളിച്ചു വളർന്നവരും അവിടെ ജനിച്ചവരുമാണ്. പക്ഷെ അവരുടെ കുടുംബവേരുകൾ മൊറോക്കോയിലായിരുന്നു. കേപ്പ് വെർഡെ വെറും 6 ലക്ഷം ജനസംഖ്യയുള്ള രാജ്യം. എന്നാൽ യൂറോപ്പിൽ വളർന്ന സ്വന്തം വംശജരായ താരങ്ങളെ ടീമിലെത്തിച്ച് ലോകകപ്പിന് യോഗ്യത നേടി. സ്പെയിൻ പോലുള്ള ശക്തരായ ടീമുകളെ പോലും അവർ സമനിലയിൽ തളച്ചു. ഇന്ന് നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതേ മാതൃക പിന്തുടരുകയാണ്. അപ്പോൾ ഒരു ചോദ്യം, ഇന്ത്യ എന്തുകൊണ്ട് ഇതേ വഴി പിന്തുടരുന്നില്ല? ലോകമെമ്പാടുമായി കോടിക്കണക്കിന് ഇന്ത്യൻ വംശജരാണ് ജീവിക്കുന്നത്. അവരിൽ പലരും മികച്ച ഫുട്ബോൾ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിലാണ് വളരുന്നത്. അതിന്റെ തെളിവ് ഇപ്പോൾ ലോകകപ്പിൽ തന്നെ കാണാം. ന്യൂസിലൻഡിനായി കളിക്കുന്ന സർപ്രീത് സിംഗ്, ഓസ്ട്രേലിയക്കായി കളിക്കുന്ന നിഷാൻ വേലുപ്പിള്ള, ഖത്തറിനായി കളിക്കുന്ന മലയാളി വംശജനായ തെഹ്സിൻ അഹമ്മദ് ജംഷീദ്, DR കോങ്കോയ്ക്കായി കളിക്കുന്ന തമിഴ് പേരുകളുള്ള സാമുവൽ മൗട്ടുസ്വാമി, ഈ 4 പേരും ഇന്ത്യൻ പേരുകളുള്ള താരങ്ങളാണ്. പക്ഷെ അവർ ഇന്ത്യക്കല്ല, മറ്റു രാജ്യങ്ങൾക്കാണ് ലോകകപ്പിൽ കളിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ത്യ രാജ്യം ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല. അതിനാൽ വിദേശ പൗരത്വമുള്ള ഇന്ത്യൻ വംശജർക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എളുപ്പമല്ല. നിലവിൽ വിദേശ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കണമെന്ന കടുത്ത നിയമമാണ് ഉള്ളത്. ഇന്ത്യൻ വംശജനായ റയാൻ വില്യംസ് ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യക്കായി നമുക്ക് വേണ്ടി കളിക്കുന്നത്. നമ്മൾ നിയമമൊക്കെ മാറ്റി നല്ലൊരു പ്രൊജക്ട് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ പലരും ഇവിടെ കളിക്കാൻ വരും. ഇന്ത്യക്ക് ലോകകപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ലോകമെമ്പാടുമുള്ള സ്വന്തം വേരുകളെ കണ്ടെത്തി ദേശീയ ടീമിനെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം രാജ്യത്തിനുള്ളിലെ പ്രതിഭകളെയും കണ്ടെത്തേണ്ടതുണ്ട്, വളർത്തിയെടുക്കേണ്ടതുണ്ട്.